ഹലോ ഫ്രണ്ട്സ്, നൈസ് ലേണിംഗ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ 9th ബയോളജിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഫുഡ് ത്രൂ ഡൈജസ്റ്റീവ് ട്രാക്ക്, അതായത് ആഹാരം അന്നവാതത്തിൽ എന്ന് പറയുന്ന ആ ചാപ്റ്ററിൻ്റെ 2 വീഡിയോസായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ വീഡിയോയിൽ ചെറിയൊരു എറർ, അപ്പം അതിലെനിക്ക് ബാക്കി ഭാഗം അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ അതിൽ കരളും നമ്മുടെ ആഗ്നേയഗ്രന്ഥി അഥവാ പാൻക്രിയാസ് ആൻഡ് ലിവറിൻ്റെ ദഹന വ്യവസ്ഥയിലുള്ള പങ്ക് വരെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ബാക്കി വരുന്ന പോർഷൻസ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ഞാൻ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ടാണ് ഈ 2 ചാപ്റ്റർ, അതായത് ഈ ഒരു ചാപ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ചാപ്റ്റർ എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ടൈറ്റിൽ സെയിം ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഈ നൈസ് ലേണിംഗ് വേൾഡിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അഥവാ ദഹന വ്യവസ്ഥയുടെ കരളിൻ്റെയും ആഗ്നേയഗ്രന്ഥിയുടെയും ഫങ്ഷൻസ് കുറച്ച് അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് കരൾ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് അതിന് മുന്നേയുള്ള വീഡിയോസിലും കരളിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാണാം. എങ്കിലും അത് കംപ്ലീറ്റ് ആകാത്തതുകൊണ്ട് ജസ്റ്റ് ഞാൻ അത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അതിൽ ഫസ്റ്റ് വൺ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ എൻസൈമുകളില്ല. കൊഴുപ്പിനെ ചെറുകണികളാക്കുകയും ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുകയും ചെയ്യുന്നതിലൂടെ അവ ദഹനത്തെ സഹായിക്കുന്നു. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം പിത്താശയത്തിൽ സംഭരിക്കുന്നു. Liver. Enzymes are absent in the bile secreted by the liver. It helps in digestion by breaking down fat into small particles and making the food alkaline. The bile secreted by the liver is stored in the gallbladder. Then ആഗ്നേയഗ്രന്ഥി അഥവാ പാൻക്രിയാസ് ആഗ്നേയരസം ഉൽപ്പാദിപ്പിക്കുന്നു. പിത്തരസവും ആഗ്നേയരസവും ഒരു പൊതുകുഴലിലൂടെ പക്വാശയത്തിലേക്ക് തുറക്കുന്നു. പക്വാശയം മീൻസ് നമ്മുടെ ഡിയോഡിനാണ് കേട്ടോ, സ്റ്റൊമക്കിൻ്റെ ഫസ്റ്റ് പാർട്ട്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ട്. Pancreas secretes pancreatic juice. Bile and the pancreatic juice reach the duodenum through a common duct. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം അഥവാ ബൈല്, അതിൽ എൻസൈംസ് ഇല്ല. പിന്നെ അത് എന്ത് ചെയ്യുന്നു, കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും ഭക്ഷണത്തെ ക്ഷാരഗുണം അതായത് ആൽക്കലൈൻ സ്വഭാവമുള്ളതാക്കുകയും ചെയ്യുന്നതിലൂടെ അവ ദഹനത്തെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ ആഗ്നേയരസത്തിലെ എൻസൈമുകളാണ് പാൻക്രിയാറ്റിക് അമിലേസ്, ട്രിപ്സിൻ, പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്നിവ. ഇതിൽ പാൻക്രിയാറ്റിക് അമിലേസ് എന്ന് പറയുന്ന എൻസൈം അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. ട്രിപ്സിൻ എന്ന് പറയുന്ന എൻസൈം പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റും. ദെൻ പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈം കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ പക്വാശയത്തിൽ നിന്ന് ആഹാരം മുന്നോട്ട് പോകുമ്പോൾ ചെറുകുടലിലെ ഗ്രന്ഥികൾ സ്രവിക്കുന്ന ആന്ത്രരസവുമായി കലരുകയും അതിൽ വ്യത്യസ്ത എൻസൈമുകൾ ഉണ്ടാവുകയും ചെയ്യും. അവയിൽ ചിലത് മാൾട്ടോസിനെയും പാലിലെ ധാന്യകമായ ലാക്ടോസിനെയും പഞ്ചസാരയെയും ദഹിപ്പിച്ച് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നീ ലഘുഘടകങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. മറ്റൊരു വിഭാഗം എൻസൈമുകൾ പെപ്റ്റൈഡുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റും. അപ്പോൾ പക്വാശയത്തിൽ വെച്ച് തന്നെ കൊഴുപ്പിൻ്റെ ദഹനം ഏതാണ്ട് പൂർത്തിയാകും. അതായത് പക്വാശയം എന്ന് പറയുന്നത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. How enzymes in pancreatic juice help in the digestion of nutrients. Pancreatic amylase enzyme converts starch to maltose. Then trypsin enzyme convert protein to peptide. Then pancreatic lipase convert fat to fatty acids plus glycerol. When food moves forward from the duodenum, it gets mixed with the intestinal juice secreted by the glands in the small intestine. Different enzymes are present in the intestinal juice, some of which convert maltose, lactose and sugar into simpler forms like glucose, fructose and galactose.
Another set of enzymes converts peptide to amino acids. The digestion of fat is almost completed in the duodenum itself. അപ്പോൾ ഈ ഒരു ഡൈജഷൻ നടന്നതിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ദഹന വ്യവസ്ഥ നടന്നതിലൂടെ നിങ്ങൾക്ക് എന്താണ് ദഹനം എന്നൊരു ഇത് മനസ്സിലായി കാണും. എന്താണ് ദഹനം? സങ്കീർണ ഘടനയുള്ള ധാന്യവും പ്രോട്ടീനും കൊഴുപ്പും ആഗിരണം ചെയ്യപ്പെടാൻ കഴിയും വിധം ലഘുഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം. അപ്പം നമുക്ക് ഈ ഒരു പ്രക്രിയ നടന്നാൽ മാത്രമേ നമുക്ക് അതിലുള്ള ഊർജം നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പം നമ്മൾ ഈ കൊഴുപ്പും നമ്മുടെ തരത്തിലുള്ള ധാന്യവും പ്രോട്ടീനും ഒക്കെ ശരിക്കും നമുക്ക് ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി മാറ്റണം. അതായത് മാൾട്ടോസ്, പെപ്റ്റൈഡ്, ഫാറ്റി ആസിഡൊക്കെ ആക്കി മാറ്റി അതിനെ അമിനോ ആസിഡാക്കി മാറ്റി അപ്പം നമുക്ക് ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാക്കി മാറ്റിയ പ്രവർത്തനമാണ് എന്ത്? ദഹനം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ലഘു പോഷക ഘടകങ്ങൾ, അതായത് സിമ്പിൾ ന്യൂട്രിയൻസിൻ്റെ ആഗിരണം ആരംഭിക്കുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് നമ്മുടെ ചെറുകുടലിൻ്റെ ഭാഗങ്ങൾ എത്രമാത്രം അനുയോജ്യമാണെന്ന് നമുക്ക് ആ പിക്ചറിൽ നോക്കി മനസ്സിലാക്കാം. നിങ്ങൾക്ക് ആ പിക്ചറിൽ രക്തലോമികൾ കാണപ്പെടുന്നുണ്ട്. അതിലൊരു വില്ലസിൻ്റെ ഒരു പിക്ചറാണ് എടുക്കുന്നത്. ആ വില്ലസ്, നമ്മുടെ മടക്കുകളുണ്ടല്ലോ, നമ്മുടെ ചെറുകുടലിൽ അനേകം മടക്കുകളായിട്ടാണല്ലോ കാണപ്പെടുന്നത്. അപ്പോൾ അതിലുള്ള ഒരു മടക്കിൻ്റെ പോർഷനാണ് ആ പിക്ചറിൽ കാണിച്ചേക്കുന്നത്. ആ വില്ലസ് അല്ലേ, ആ വില്ലസ്, ആ മടക്കിനാണ് വില്ലസ് എന്ന് പറയുന്നത്. ആ വില്ലസ് നമ്മൾ എടുക്കുന്നു. ആ വില്ലസിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. ഒരു വില്ലസിൻ്റെ ഭാഗം വ്യക്തമായി മനസ്സിലാക്കുക. അതിൽ രക്തലോമികകളുണ്ട്. ഇപ്പോൾ അതായത് ബ്ലഡ് കാപ്പിലറീസ്. രക്തലോമികൾ എന്താ ചെയ്യുന്നത്? ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും അമിനോ ആസിഡും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെയുള്ള രക്തലോമികളാണ് എന്ത് ചെയ്യുന്നത്? ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും ഗാലക്ടോസിനെയും ഒക്കെ എന്ത് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. അടുത്ത ലാക്റ്റിയൽ എന്ന് പറയുന്ന ഭാഗമുണ്ട്. അത് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്റ്റിയലുകൾക്കുള്ളിൽ ലിംഫിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. മനസ്സിലാക്കുക, ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്റ്റിയലുകൾക്കുള്ളിലെ ലിംഫിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ധമനിയുടെ ശാഖ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ബ്രാഞ്ച് ഓഫ് ആർട്ടറി, ദെൻ ലിംഫ്വാഹി, ലിംഫ് ഡക്റ്റ്, സിരയുടെ ശാഖയായിട്ടുള്ള ബ്രാഞ്ച് ഓഫ് വെയിൻ. ഇതൊക്കെ ഇതിലൊഴിയാണ് എന്ത് ചെയ്യുന്നത്? ശരീരത്തിൻ്റെ മൊത്ത ഭാഗങ്ങളിലേക്കും അത് എത്തുന്നതിന്. അത് പോഷകങ്ങൾ, നമ്മുടെ ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജീസ് എല്ലായിടത്തിലേക്കും പോകുന്നത്. The absorption of simple nutrients begin in the small intestine. Observe the position and structure of villus. Then blood capillaries, glucose, fructose, galactose and amino acids are absorbed into blood. Blood capillaries ആണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ലാക്റ്റിയൽ എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആർ അബ്സോർബ്ഡ് ഇൻ ദ ലിംഫ് ഓഫ് ലാക്റ്റിയൽ. ദെൻ ബ്രാഞ്ച് ഓഫ് ആർട്ടറി, ലിംഫ് ഡക്റ്റ്, ബ്രാഞ്ച് ഓഫ് വെയിൻ. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഭാഗങ്ങളൊക്കെ നിങ്ങളും ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായിട്ടുള്ള വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളാണ് വില്ലസുകൾ. ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളാണ് വില്ലസുകൾ. ഇവ ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. ഒറ്റ നിര കോശങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട വില്ലസുകളിൽ രക്തലോമികകളും ലിംഫ് ലോമികകളും ലാക്റ്റിയലുകളും കാണപ്പെടുന്നു. ജലത്തിൽ ലയിക്കുന്ന ലഘുപോഷകങ്ങൾ രക്തത്തിലേക്കാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്. എന്നാൽ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്റ്റിയലുകൾക്കുള്ളിലെ ലിംഫിലേക്കാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്. പോഷക ഘടകങ്ങളുടെയും ഏകദേശം 90% ജലത്തിൻ്റെയും ആഗിരണം നടക്കുന്നത് വില്ലസിലൂടെയാണ്. അപ്പം എപ്പോഴും ഉള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തരുന്നത് വില്ലസിൻ്റെ സ്ട്രക്ചർ, വില്ലസ് എങ്ങനെയാണ് നമ്മുടെ ദഹനത്തിൽ സഹായിക്കുന്നത്, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. വില്ലസിന് നല്ലൊരു ഇമ്പോർട്ടൻ്റ് നമ്മുടെ ബോഡിയിലുണ്ട്. Villi are small finger-like projections seen in the walls of the intestine. These increase the surface
area of absorption of nutrients to a great extent within the small intestine. Villi are covered with a single layer of cells. They also contain blood capillaries and lacteals, the lymph capillaries. Water-soluble simple nutrients are absorbed into the blood. Fatty acids and glycerol are absorbed in the lymph of lacteal. Absorption of nutrients and 90% of water takes place through villi. ലഘു പോഷക ഘടകങ്ങൾ രക്തത്തിലേക്കും ലിംഫിലേക്കും ആഗിരണം ചെയ്യുന്നത് രക്തലോമികളുടെയും ലാക്റ്റിയലുടെയും ഭിത്തിയിലൂടെയാണ്. ഭിത്തിയിലെ കോശങ്ങൾക്കും ഇതിൽ പങ്കുണ്ട്. കോശത്തിനകത്തേക്കും പുറത്തേക്കും തന്മാത്രകൾ കടന്നു പോകുന്നതിന് പിന്നിൽ ചില പ്രക്രിയകൾ നടക്കുന്നുണ്ട്. ആ പ്രക്രിയയാണ് സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും. അപ്പം സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗാഢതാക്രമത്തിനനുസരിച്ചും ഗാഢതാക്രമത്തിനെതിരെയും ചെറുകുടലിൽ നിന്നും ലഘു ഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നുണ്ട്. തന്മാത്രകളുടെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള ഒഴുക്കാണ് സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും. ഇത് നോർമലായിട്ട്, അതായത് രണ്ട് ഭാഗത്തും ഈക്വലായിട്ട് വരുന്നത് വരെ, അതായത് കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് വരുമ്പോൾ രണ്ടും ഈക്വൽ ആകുന്നതുവരെ ഈ ഒരു പ്രോസസ്സ് നടക്കും. അത് രണ്ട് വശത്തും ഈക്വൽ ആകുന്നതുവരെ ഈ ഒരു പ്രോസസ്സ് നടക്കും. ഗാഢതാക്രമത്തിന് അനുകൂലമായതിനാൽ ഈ പ്രക്രിയയ്ക്ക് ഊർജത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഡിഫ്യൂഷൻ നടക്കുന്ന സമയത്ത് ഗാഢത കൂടുതലുള്ള ഭാഗം ഉണ്ടാവും, ഗാഢത കുറഞ്ഞ ഭാഗം ഉണ്ടാവും. ഈ ഡിഫ്യൂഷൻ നടന്ന് കഴിയുമ്പോഴത്തേക്കും ഗാഢത തുല്യമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഏതുവരെയാണ് ഗാഢത നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണോ കുറവ് എവിടെയാണോ കൂടുതൽ എന്നുള്ളത് നോക്കിയിട്ട് ആ കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അതെന്ത് ചെയ്യും, സ്പ്രെഡ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും, ഈക്വലായിട്ട് വരുന്നവരെയാണ് ഡിഫ്യൂഷൻ്റെ പ്രോസസ്സ് നടക്കുക. ലാക്റ്റിയലിലേക്കുള്ള ഫാറ്റി ആസിഡിൻ്റെയും ഗ്ലിസറോളിൻ്റെയും ആഗിരണം നടക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയാണ്. അർദ്ധധാര്യ സ്ഥലവും ഇല്ലാതെയും ഡിഫ്യൂഷൻ നടക്കാം. ഗന്ധം വ്യാപിക്കുന്നതും മഷി വെള്ളത്തിൽ പടരുന്നതൊക്കെ ഈ ഡിഫ്യൂഷൻ്റെ ഫലമായിട്ടാണ്. ചില തന്മാത്രകളുടെ ഡിഫ്യൂഷൻ നടക്കുന്നത് കോശസ്തരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്തോടു കൂടിയാണ്. ഇതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ചില അമിനോ ആസിഡുകൾ എന്നിവയുടെ രക്തലോമികളിലേക്കുള്ള ആഗിരണം നടക്കുന്നത് ഇങ്ങനെയാണ്. ഇനി എന്താണ് ഓസ്മോസിസ്? ഓസ്മോസിസിലൂടെയാണ് ജലം ആഗിരണം ചെയ്യപ്പെടുന്നത്. ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കുള്ള ഒരു അർദ്ധധാര്യ സ്ഥലത്തിലൂടെയുള്ള ജലതന്മാത്രകളുടെ പ്രവാഹമാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇത് ഗാഢതാക്രമത്തിന് അനുകൂലമാണെങ്കിലും ജലതന്മാത്രകൾക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമാണ്. അതായത് ഓസ്മോസ് എന്ന് പറയുന്നത് ഈ ജലതന്മാത്രകൾക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമാണ്. ഇനി എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് നോക്കാം. ചില സന്ദർഭങ്ങളിൽ ഗാഢതാക്രമത്തിന് വിപരീതമായും ആഗിരണം നടക്കാറുണ്ട്. ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്ക് ഊർജം ഉപയോഗിച്ച് വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ തന്മാത്രകൾ ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നാണ് ഈ പ്രക്രിയയെ അറിയപ്പെടുന്നത്. ചെറുകുടലിൽ ഗ്ലൂക്കോസ്, ലവണങ്ങൾ എന്നിവയുടെ ഗാഢത കുറയുന്ന സമയത്ത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെയാണ് ആഗിരണം നടക്കുന്നത്. തന്മൂലം കോശത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അല്പം പോലും നഷ്ടപ്പെടാതെ പരമാവധി ഗ്ലൂക്കോസും ലവണങ്ങളും രക്തത്തിലേക്ക് കടക്കുന്നു. Simple nutrients are absorbed into the blood and lymph through the walls of blood capillaries and lacteals. The cells in these walls also play a role in this process. There are certain processes working behind the movement of molecules in and out of the cell, that is simple diffusion and facilitated diffusion. Absorption of simple nutrients from the small intestine takes place along and against the concentration gradient. Simple diffusion, facilitated diffusion and osmosis are movements of molecules from a region of higher concentration to a region of lower concentration. As this process takes place along the concentration gradient, energy is not required. Simple diffusion and facilitated diffusion, please observe the picture
higher concentration, then lower concentration, then equal concentration. The absorption of fatty acid and glycerol to lactase takes place by simple diffusion. Diffusion can also take place without a semi-permeable membrane. Spread of water in air and spread of ink in water are also diffusion. The diffusion of some molecules takes place with the help of protein molecules present in the cell membrane. This is facilitated diffusion. The absorption of glucose, fructose, galactose and some amino acids into blood capillaries takes place by this process, that is facilitated diffusion. Then osmosis. Absorption of water takes place by osmosis. Osmosis is the movement of water molecules from a region of higher concentration to a region of lower concentration through a semi-permeable membrane. Though this happens along the concentration gradient, this is applicable only to water molecules. Then active transport. In some instances, absorption takes place against the concentration gradient. Molecules are absorbed from a region of lower concentration to a region of higher concentration by utilizing energy and with the help of a carrier proteins. This process is called active transport. When the concentration of glucose, salts, etc. decreases in the small intestine, absorption takes place by active transport. Thus, based on the requirement of the cell, maximum glucose and salts enter blood without any loss. വൻകുടലിലേക്കും പുറത്തേക്കും പോഷകഘടകങ്ങളുടെ ആഗിരണത്തിനു ശേഷമുള്ള ദഹനാവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു. ചെറുകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെട്ടു കഴിഞ്ഞ ശേഷം അവശേഷിക്കുന്ന ഭൂരിഭാഗം ലവണങ്ങളും ജലവും വൻകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെടുന്നു. മനുഷ്യൻ്റെ വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകൾ വിറ്റാമിൻ കെ പോലുള്ള പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവയുടെ ആഗിരണവും വൻകുടലിൽ വെച്ച് നടക്കുന്നു. തുടർന്ന് മലാശയത്തിൽ ശേഖരിക്കപ്പെടുന്ന ദഹനാവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. അന്നപഥത്തിൽ നടക്കുന്ന നിരവധി സങ്കീർണ പ്രവർത്തനത്തിലൂടെയാണ് ദഹന പ്രക്രിയ പൂർണ്ണമാകുന്നത്. ഇതിന് 4 മുതൽ 5 മണിക്കൂർ വരെ സമയം വേണ്ടിവരും. ഇതിനനുസൃതമായി ഭക്ഷണം സമയം നമ്മൾ ക്രമീകരിക്കണം. ഭക്ഷണത്തിലെ അതിസങ്കീർണ ഘടനയുള്ള പോഷകങ്ങളെ ആഗിരണത്തിന് അനുയോജ്യമായ രൂപത്തിൽ ലഘുഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് നമ്മുടെ ദഹനം എന്ന് പറയുന്നത്. എന്നാൽ സസ്യങ്ങൾ ലഘുഘടകമായിട്ടുള്ള ഗ്ലൂക്കോസിനെയാണ് നിർമ്മിക്കുന്നത്. ഗ്ലൂക്കോസ് വീണ്ടും ദഹനത്തിന് വിധേയമാകേണ്ട കാര്യം വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഒരു കുട്ടിക്ക് സംശയം വരുന്നുണ്ട്, എന്താണ് ആഹാരത്തിനെ നിർമ്മിക്കുന്ന സസ്യങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ദഹന വ്യവസ്ഥയില്ല, പക്ഷെ നമ്മൾ അവയെ സ്വീകരിക്കുന്ന നമ്മൾക്ക് ദഹന വ്യവസ്ഥയുടെ ആവശ്യം വരുന്നത്. പ്ലാന്റ്സ് ഓൾറെഡി ഗ്ലൂക്കോസ് ആണ് നിർമ്മിക്കുന്നത്, പക്ഷെ നമുക്ക് ഗ്ലൂക്കോസ് ആകണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ഗ്ലൂക്കോസ് ആക്കി മാറ്റണമെങ്കിൽ നമ്മളെ ശരീരത്തിലൂടെയുള്ള ദഹന വ്യവസ്ഥയിൽ നമ്മുടെ ആഹാരം പങ്കെടുക്കണം. അങ്ങനെ ഓരോ നമ്മുടെ ശരീരത്തെ ഭാഗത്തുള്ള ഓരോ എൻസൈംസും ഒക്കെ അതിനെ ഡൈലൂട്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ അമിനോ ആസിഡ്സ് ആക്കി മാറ്റിയാൽ മാത്രമേ നമുക്കതിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനാണ് നമുക്ക് ദഹന വ്യവസ്ഥയുടെ ആവശ്യം വരുന്നത്. In and out of the large intestine. The digestive wastes left after the absorption of nutrients move towards the large intestine. A major portion of the salts and water left after the absorption in the small intestine are absorbed in the large intestine. Certain bacteria residing in the large intestine produce substances like vitamin K. Absorption of these substances also takes place in the large intestine. Subsequently, the digestive wastes stored in the rectum and are eliminated out through the anus. The process of digestion is completed through various complex processes taking place in the digestive tract. It requires about 4 to 5 hours. Hence, it is necessary to regulate the intake of food accordingly. Digestion is the process of conversion
of complex nutrients into simple and easily absorbable forms. But plants prepare glucose, which itself is a simple nutrient, so it need not undergo further digestion. രുചിക്ക് പ്രാധാന്യം നൽകി ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാകാം. പച്ചക്കറികളിലും ധാന്യങ്ങളിലും അടങ്ങിയിട്ടുള്ള നാരുകൾ ദഹനത്തിന് വിധേയമാകുന്നില്ലെങ്കിലും ആഗിരണ പ്രക്രിയയെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. മലവിസർജനം സുഗമമാക്കി ദഹനവ്യവസ്ഥയുടെ ആരോഗ്യം സംരക്ഷിക്കുകയും അവ ചെയ്യുന്നു. ഭക്ഷണത്തിലൂടെ ആരോഗ്യം എന്താവണം നമ്മുടെ ലക്ഷ്യം. കാരണം വ്യക്തിയുടെ ആരോഗ്യം സാമൂഹിക പുരോഗതിയുടെ അടിസ്ഥാന ശിലയാണ്. Selecting food items by giving importance to a taste can be harmful to health. Though fiber content in cereals and vegetables do not undergo digestion, they help in the absorption process, ease defecation and thus protect the health of digestive system. Health through food should be our motto because health of the individual is the foundation stone for the progress of society. അപ്പോൾ ഈ വീഡിയോയോട് കൂടിയിട്ട് നമ്മുടെ ഫുഡ് ത്രൂ ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ന് പറയുന്ന ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. ഞാനിത് ഈ ചാപ്റ്റർ 3 പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ പ്രത്യേകം ഡിനോട്ട് ചെയ്തിട്ടുണ്ടാവും ഭാഗങ്ങളിൽ. അത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നിങ്ങനെ ഡിനോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളത് നോക്കി പഠിക്കുക, ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി മറ്റൊരു ക്ലാസ്സിൽ അടുത്തൊരു ചാപ്റ്ററിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.